അപ്പൊ സിലു ടോക്സിലെ സിലു ആദ്യം ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് വേർപിരിയാൻ നിങ്ങളോട് ഇനി അത് പറയാം എന്നൊക്കെ. അപ്പൊ പല വിധത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ. കൂടുതലും സ്ത്രീ സിലു ഒന്നും വിട്ടു പറയാത്തതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചു. ഒന്നും വിട്ടു പറഞ്ഞുമില്ല പിരിയുന്നു എന്ന്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. പിരിയുമാണെങ്കിൽ പോലും ആ ഹസ്ബൻഡിന് ഒരു ബഹുമാനവും കൊടുക്കുന്നുണ്ട്. അയാളോട് ഒരു സഹതാപവും സ്നേഹവും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ അയാളെ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കാൻ പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് സ്വയം അത് അഭിമാനമുള്ള ഒരു പെണ്ണിന്റെ ലക്ഷണമായിട്ട് കരുതിയേച്ചാൽ മതി. പക്ഷെ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ സിലു അഹങ്കാരിയാണ് എന്നുള്ള ഒരു രീതിക്കാണ് വന്നത് സുലു. അതിന്റെ കാര്യം ഒന്നും വിട്ടു പറയാത്തോണ്ടാ. പക്ഷേ എങ്കിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി, ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന കസേര എടുത്ത് ചവിട്ടി പൊട്ടിച്ച് CCTV ദൃശ്യമാണ് വന്നിരിക്കുന്നത്. അപ്പം കുട്ടികൾ അത്രയും പേര് അവിടെ 5 പേര് ഇരിക്കുമ്പം ആ കുട്ടികളുടെ ആങ്കിലാണ് ഈ പരാക്രമം നടത്തുന്നത്. അതോടൊപ്പം പറയാനുള്ളത്, ഇയാള് ഒരു 2 വ്യക്തിത്വമുള്ള ഒരു മനുഷ്യന്മാരില്ലേ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതാണെന്ന് തോന്നുന്നു. കാരണം സിലുവിന്റെ വീഡിയോയ്ക്ക് മുന്നിൽ സിലുവിന്റെ ഒരു നിഴലായിട്ട് തൊട്ടു പുറകിൽ നിൽക്കുമ്പം ഇങ്ങനെ പച്ചവെള്ളം ചവച്ചരച്ച് കഴിക്കുക എന്നൊക്കെ നമ്മൾ പറയല്ലേ, അങ്ങനെ പാവങ്ങളുണ്ടല്ലോ, തനി പാവം. അതുപോലത്തെ ഒരു പാവം മനുഷ്യൻ, അങ്ങനത്തെ ഒരു ഇമേജും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഒരു സാധു മനുഷ്യൻ. അതിൻ്റെ കൂടെ ഡിവോഴ്സ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുക? കമന്റ് ബോക്സ് മുഴുവൻ ഇവർക്ക് പണം ഉണ്ടായതിൻ്റെ അഹങ്കാരമാണ്. അതായത് ശരിയാണ്, പെയ്ഡ് പ്രൊമോഷൻ വഴിയും യൂട്യൂബിൽ നിന്നും പിന്നീട് പല കാര്യത്തിൽ നിന്നും പുള്ളിക്കാരത്തി ചാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും പല കാര്യത്തിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പൊ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഈ സിംഗിൾ മദർ കൂടുതലാണ്. അതായത് വെച്ചാൽ വരുമാനം സ്വന്തം കാലിൽ നിൽക്കാറായി എന്ന് സ്ത്രീകൾക്ക് തോന്നി തുടങ്ങിയ കാലം തൊട്ട് സിംഗിൾ മദർ കൂടി വരിക. അതിന്റെ കാര്യം എന്നാ വെച്ചാൽ പിന്നീട് ഒരു പുരുഷനെ സഹിക്കേണ്ട കാര്യമില്ല, എൻ്റെ വരുമാനം കൊണ്ട് എനിക്കുണ്ടായ കൊച്ചിനും ജീവിക്കാമെന്നൊരു ബോധം സ്ത്രീകൾക്കായോടുകൂടി പുരുഷന്മാരുടെ പീഡനം ഒന്നും സഹിച്ച് സ്ത്രീകൾ നിൽക്കുകയില്ല. അപ്പൊ സ്ത്രീകൾ അവിടുന്ന് ഡിവോഴ്സ് ആവും. സിലുവിന്റെ കേസിൽ സിലുവിന് 5 പിള്ളേരും ഉണ്ട്. അപ്പം നല്ല വരുമാനം ഉള്ളതുകൊണ്ട് പാവം ആ മനുഷ്യനെ ഉപേക്ഷിച്ചു എന്നൊരു ഇമേജും വന്നിട്ടുണ്ടായിരുന്നു. കമന്റ് ബോക്സിൽ ഒരാള് ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം. അതായത് ഈ 5 പിള്ളേരുണ്ടായിട്ട് ഒരു കുട്ടിയെങ്കിലും അയാൾക്കൊപ്പം പോകാതെ ഈ 5 കുട്ടികളും സിലുവിന്റെ ഒപ്പം പോരണമെങ്കിൽ ഇയാളുടെ ഭാഗത്ത് തെറ്റില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അത് വളരെ കറക്റ്റ് അല്ലേ? പിന്നെ അങ്ങേരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാളിട്ട കമന്റ്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ സിലു കല്യാണ ശേഷം, അതായത് 17 വയസ്സിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് വിദ്യാഭ്യാസമൊക്കെ നേടിയത്. അപ്പൊ അതങ്ങനെ നേടണമെങ്കിൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ടല്ലേ, അദ്ദേഹം പഠിപ്പിക്കാൻ വിട്ടത് കൊണ്ടല്ലേ പഠിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. അതൊരു പോയിന്റാണ്. പഠിപ്പിക്കാൻ വിട്ടത് കൊണ്ടല്ല, പഠിക്കാൻ അനുവദിക്കില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്, പഠിക്കാൻ പറ്റില്ല. പക്ഷെ ആ ഭാഗവും ഇപ്പൊ ഈ കസേര അടിക്കുന്ന കാണുമ്പോൾ ഒരു സംശയമുണ്ട്, ഇതിന്റെ എല്ലാം ഇടയിൽ കൂടെ ആയിരിക്കാം ഒരുപക്ഷെ പഠിച്ചെടുത്തതൊക്കെ കേട്ടോ. ഇങ്ങനെ ഒരു ലൈഫ് ആയതുകൊണ്ടും ഇങ്ങേരെ ആശ്രയിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും ഇതെല്ലാം തോന്നിയതിന്റെ ഭാഗമായിട്ടായിരിക്കാം. കാരണം ആ ഒരു വീഡിയോയിൽ ഒരു ഇന്റർവ്യൂവിന് കൊടുത്തതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, വലിയ സ്വപ്നങ്ങളുമായിട്ട് കടന്നു വന്നാ, പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ 10-40 ലക്ഷം രൂപയുടെ കടം അന്നേ ഉണ്ട്. അത് കഴിഞ്ഞ് സിലു ഈ പറയുന്ന പോലെ യൂട്യൂബും പെയ്ഡ് പ്രൊമോഷനൊക്കെ ആയിട്ട് കാശ് കിട്ടിയിട്ട് ആ കടം വീട്ടിൽ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇദ്ദേഹം വീണ്ടും കടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ബിസിനസ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു കച്ചവടമൊക്കെ നടത്തിയിട്ടുണ്ട്. അവർക്ക് ബിസിനസ് എപ്പോഴും നഷ്ടക്കച്ചവടമായിരിക്കും. ബിസിനസ്സിൽ മാത്രം കടം കയറി കഴിഞ്ഞാൽ ലക്ഷങ്ങളല്ല, ചിലപ്പോൾ കോടികളിലേക്കാണ് കടം പോവുക. അങ്ങനെയും കൂടെ ഉണ്ട്. കൈപ്പിടിയിൽ ഒതുങ്ങില്ല കടത്തിന്റെ കാര്യം. പിന്നീട് നിക്കക്കളിയില്ല വന്ന പലരും ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, സാധുക്കളായ മനുഷ്യർ. പക്ഷേങ്കിൽ ഈ മനുഷ്യന്റെ ഒരു 2 വ്യക്തിത്വമുള്ള മനുഷ്യനാണെന്ന് ഞാൻ പറയാൻ കാര്യം, സിലുവിന്റെ ഒപ്പം നിന്ന് ഇങ്ങേര് സംസാരിക്കുമ്പോൾ വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. പക്ഷേ അങ്ങേര് സ്വന്തമായിട്ട് തുടങ്ങിയ ചാനലിൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് വീട് വിൽക്കുമെന്നും എനിക്കിനി ആരുമില്ല നിങ്ങളല്ലേ ഉള്ളോ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഊഞ്ഞാലൊക്കെ വിൽക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ പുള്ളിയുടെ സൗണ്ടിൽ നല്ല എനർജി ഉണ്ട്, നന്നായിട്ട് സംസാരിക്കാനും അറിയാം. അതുപോലെ ഈ കസേരയെല്ലാം ചവിട്ടിപ്പൊള്ളിച്ച് ഇടുന്ന കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് എന്താ, പുള്ളി ഒരു വളരെ സംസാരിക്കാൻ അറിയാൻ മേലാത്ത ഒരു സാധുവായ മനുഷ്യനൊന്നും അല്ല, ഉഷാറുള്ള വ്യക്തി തന്നെയാണ്. അന്ന് ആ ഒരു പുള്ളിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് മൊത്തം വന്നിരിക്കുന്നത്, ഈ ഉഷാർ ലൈഫിൽ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വേർപിരിയില്ലായിരുന്നു.
സത്യം ഇപ്പൊ പുറത്തു വരുന്ന ഉഷാർ കൂടിപ്പോയോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പൊ പുറത്തു വരുന്നത്. വേറെ ഒന്നുമല്ല വന്നേ. നമ്മളെ ലൈഫിൽ ശ്രദ്ധിച്ച നമുക്ക് ഇപ്പം നമ്മളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പലപ്പോഴും സ്ത്രീകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, പലപ്പോഴും വരാറുണ്ട്, പലർക്കും വരാറുണ്ട്. അതായത് നമ്മുടെ പുരുഷന്മാർക്ക് ഫിസിക്കലായിട്ട് വലിയൊരു ആരോഗ്യവും തോന്നുന്നില്ല. അങ്ങനെയും കൂടെ വന്ന ഈ നാട്ടുകാര് അങ്ങേര് പുറത്തുള്ള മനുഷ്യരെ കാണുമ്പോൾ ഹസ്ബൻഡ് എങ്ങനെയാന്ന് ചോദിച്ചാൽ പ്രതികരിക്കേണ്ടതിന് പോലും പ്രതികരിക്കുകയില്ല. വളരെ സാധുവായ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ വേഷം കെട്ടി അങ്ങ് നിൽക്കും, അഭിനയിക്കും. പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയല്ല, പറയേണ്ട കാര്യം പറയേണ്ടതാണ്, സ്ത്രീകളൊന്ന് പറയുകയും ചെയ്യും. ഇതുകൊണ്ട് സ്ത്രീകൾക്ക് കിട്ടുന്ന ഇമേജ് എന്താണെന്ന് വെച്ചാൽ, അയ്യോ അവള് ഭയങ്കരി, അവള് മഹാവില്ലത്തി, അയാളൊരു സാധുവായ മനുഷ്യൻ, നാക്കുണ്ടെന്ന് തോന്നില്ല, അവളാണ് അവിടം ഭരിക്കുന്നത്, അതാണ് ഇതെല്ലാം പറയും. സത്യത്തിൽ ആ പറയുന്ന നാട്ടുകാര് ഈ പറയുന്നവരുടെ വീട്ടിൽ ചെന്നാല് നമ്മൾ കണ്ണ് തള്ളി പോവുമായിരിക്കും. കാരണം ഈ പ്രതികരിച്ച സ്ത്രീയുടെ 10 ഇരട്ടി ക്രൂരനായിരിക്കും ആ ഭർത്താവ്. അയാൾ അർത്ഥമായിരിക്കും ഉപ്പ് ചേർക്കത്തില്ല, ആർക്കും ഒരു സഹായം ചെയ്യത്തില്ല, എല്ലാവരോടും അല്ലെ ദേഷ്യവും, വീട്ടിൽ ഈ പറഞ്ഞ പോലെ കസേര ചവിട്ടിപ്പൊളിക്കലും ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഭർത്താക്കന്മാരായിരിക്കും. പുറത്തിറങ്ങുമ്പോൾ അവർ ഭയങ്കര മാന്യനായിട്ട് അങ്ങ് വേഷം കിട്ടും. എന്നിട്ട് നാട്ടുകാർ മുഴുവോ ആ രാക്ഷസി അവളുടെ കൂടെ എങ്ങനെ അയാൾ കഴിയുന്നു ഇങ്ങനെ എല്ലാം ചോദിച്ച് ഇതുപോലുള്ള അഭിനയം കാഴ്ചവെക്കുന്ന ഒത്തിരി ഭർത്താക്കന്മാരുണ്ട് കേട്ടോ. അതായത് പുറത്ത് ഭാര്യയ്ക്ക് അവള് രാക്ഷസി എന്നുള്ള ഇമേജ് അവരുണ്ടാക്കി കൊടുക്കും, അകത്ത് അവർ നല്ല ഉഗ്രപ്രതാപിയായ ഹസ്ബൻഡും ആയിരിക്കും, ഒരു മാറ്റമില്ല. ഭാര്യമാര് പാവങ്ങൾ ആരോട് പറഞ്ഞാലും ബന്ധുക്കാർ പോലും വിശ്വസിക്കത്തുമില്ല, അത് വേറെ കാര്യം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഈ സിലുവിന്റെ ഭർത്താവിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഈ കസേരയൊക്കെ ചവിട്ടി പൊളിക്കുന്ന മക്കളുടെയൊക്കെ എടുത്ത് വെച്ച് ആ പുരുഷ മേധാവിത്വത്തിന്റെ പീക്ക് ലെവലിൽ നിന്ന് ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നാട്ടുമ്പുറത്തെ ഒരു ചൊല്ലില്ലേ, അതാണ് എനിക്ക് പറയുന്നത്, കൈക്കെല്ലുള്ള ആങ്ങളമാരുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയില്ല. അതാണ് ഇവിടെ സത്യം. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ഭാര്യ അടിക്കുകയോ അല്ലെ ഭാര്യ വഴക്ക് പറയുകയൊക്കെ ചെയ്ത് ഷൈൻ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. പിറ്റേ ദിവസം ഭാര്യയുടെ ആങ്ങളെ ഒരു വരവ് വീട്ടിലോട്ട് വരും, പൂച്ച ഇരിക്കുന്ന പോലെ ഇരിക്കും. കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അവൻ കയറി നല്ല അടി അങ്ങോട്ട് കൊടുക്കും. അത് ഞാൻ കണ്ടിട്ടുള്ള കേസാണ്. എല്ലുള്ള ആങ്ങളമാരുണ്ട്. പെങ്ങന്മാർക്ക് ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് അധികം പീഡനം സഹിക്കാതെ മുന്നോട്ട് പോകാം. പക്ഷെ എല്ലാവരും ചെയ്യല്ല. എല്ലാവരും നമ്മൾ പൊതുവെ ഇപ്പൊ കണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും പെൺകുട്ടികളെ ഒരു കാവൽക്കാരാണ്. ആരോ പറഞ്ഞൊപ്പിച്ചൊരു വാചകമാകട്ടോ, പെൺകുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു കാവൽക്കാരാണ്. നമ്മൾ നല്ലവണ്ണം വളർത്തുക, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ വളർത്തി നമ്മൾ മറ്റൊരാളെ അങ്ങ് ഏൽപ്പിക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുക വേണ്ട. ആ കൊച്ചിനെ വളർത്തി നല്ലപോലെ വളർത്തിയിട്ട് അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുക. പിന്നീട് അവൻ അവിടെ ഇട്ട് അതിനെ പീഡിപ്പിച്ചാലും അവക്ക് തിരിച്ചു വരാൻ ഒരു വീടില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ ആ കല്യാണത്തിന്റെ പിറ്റേ ദിവസം തൊട്ട് വിരുന്നുകാരാ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. എനിക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പിറ്റേ ദിവസം തൊട്ട് വീട്ടിൽ ആ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ വിരുന്നിന് പോകുമ്പോൾ തൊട്ട് നമ്മൾ അവിടെ വിരുന്നുകാരായി. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെന്ന് നോക്കുന്നു, അത് നോക്കി അതുണ്ടാക്കി തരുന്നു, ഇതുണ്ടാക്കി തരുന്നു, VIP ട്രീറ്റ്മെന്റ്. പിന്നീട് നമ്മൾ അവിടെ വീട്ടുകാരല്ല, വിരുന്നുകാരായി മാറുക. നമുക്ക് പിന്നെ സ്വന്തം വീടില്ല. സ്വന്തം വീട് ഹസ്ബൻഡിന്റെ വീടാണ്. ഇപ്പൊ നമ്മൾ 2 ദിവസം സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പോയി അയൽക്കങ്കാരി ചോദിക്കും, അയ്യോ എന്താ വന്നേ, വല്ല പ്രശ്നം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് അവരാ ചോദിക്കുന്നത്. 2 ദിവസം നീക്കും. അമ്മ ചോദിക്കും, നീ എന്നാ പോകുന്നേ എന്ന് ചോദിക്കും. അച്ഛൻ ചോദിക്കും, തിരിച്ചു പോണില്ലേ എന്ന് ചോദിക്കും. അതിൻ്റെ എല്ലാം അർത്ഥം എന്താ? നമുക്ക് അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത ഒരു രീതിയാണ്. സത്യം പറഞ്ഞാൽ കാലം മാറിയതനുസരിച്ച് സ്ത്രീകൾ ഇപ്പം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാകുന്നതിന്റെ ഒരു നല്ല പോസിറ്റീവ് വശമുണ്ട്. വരുമാനം ഉണ്ടാക്കാനുണ്ട്, അവിടെയും വേണ്ട ഇവിടെയും വേണ്ട. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വീടെടുത്ത് താമസിക്കുക, ഹോസ്റ്റലിൽ നിൽക്കുകയോ, ഇനി ഒരു കൊച്ചുണ്ട് ആ കൊച്ചിനെ നോക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ടോട്ടലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിലു അവരതേ ചെയ്തോളൂ. അവരൊരു തെറ്റും ചെയ്തതായിട്ട് ഇപ്പൊ കാണുന്നില്ല. ഇയാളുടെ ആ മുഷ്കും മേധാവിത്വവും പുരുഷ മേധാവിത്വം ഒക്കെ കാണിച്ച് അവരവിടെ കിടന്ന് നല്ലപോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കാശുണ്ടാക്കി അവരുടെ മക്കളെ നോക്കുന്നു. അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് ശരിക്കറിയാവുന്ന മക്കൾ അമ്മയ്ക്കൊപ്പം നിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.